ഓരോ നാളുമെൻ്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളുമെൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തിന് സ്തോത്രം. അനുഭവമുള്ളവർന്ന് ചേർന്ന് ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യോർദാനിനക്കരെ സ്വാഗത സംഘത്തെ, യോർദാനിനക്കരെ സ്വാഗത സംഘത്തെ. തീരുമെൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗവേഗം. ഹല്ലേലൂയ. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും. തൻ കാലച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളില. തൻ സൗരഭ്യം പാരക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ. തിരു സൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകള. കൃപ, ഓ കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. സന്തോഷത്തോടെ കൃപയുടെ ഉറവിടമേ, അമ്മേ കൃപയുടെ ഉടയ. കൃപ വേണമപ്പാ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. ഓ കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. രണ്ടുപേരൻ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം എൻ സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ. തിരു സാന്നിധ്യം മനോഹരം, മനോഹരം തന്നെ. ഓ രണ്ടുപേരൻ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ ദൈവം പ്രവീണ ദൈവം ബലപ്പെടുത്തിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതിനാൽ നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ആത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിലേക്ക് ഞങ്ങൾക്ക് എത്തണമെന്ന്. ഇന്ന് രാത്രികാലം ദൈവമേ എന്നോടൊന്ന് ഇടപെടണമേ. എൻ്റെ ചിന്തകളല്ല, എൻ്റെ നിരൂപണങ്ങളല്ല, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തി ഇതിനകത്ത് വെളിപ്പെടുമ്പോൾ ഞാൻ എങ്ങനെ ആയിത്തീരണമോ ആ രീതിയിലേക്ക് എന്നെ ദൈവം പരിവർത്തനം ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മേൽ ദൈവ സാന്നിധ്യം വെളിപ്പെടും. ഈ മീറ്റിങ്ങിൻ്റെ മൂന്നാമത്തെ സെക്ഷനാണ് ഇന്ന് രാത്രികാലം ഇവിടെ നടക്കുന്നത്. രണ്ട് മീറ്റിങ്ങിലും അസാധാരണമാകുന്ന ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചവരാണ്. ഇന്ന് രാത്രികാലവും ഒരു അസാധാരണമാകുന്ന ദൈവത്തിൻ്റെ ഫേവർ നമ്മുടെ മേൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്ന് വാക്ക് പറഞ്ഞ സർവശക്തനായ ദൈവം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ പ്രത്യേകത. ആര് വന്നിട്ടുണ്ടെന്നുള്ളതല്ല പ്രത്യേകത, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയാൽ, നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റിയാൽ അതിനപ്പുറത്തൊരു ബ്ലെസ്സിങ് ഇല്ല. സ്തോത്രം. നമ്മൾ വന്നത് ആരെയും കാണാനല്ല. സ്തോത്രം. നമ്മൾ വന്നത് ദൈവ സാന്നിധ്യം അനുഭവിക്കാനാണ്. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കൊതിച്ചു വന്ന ഒരാളെ പോലും എൻ്റെ കർത്താവ് നിരാശയോടെ വിടത്തില്ല. ആമേൻ. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ, ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഷയിൽ ദൈവത്തിൻ്റെ ഗ്ലോറി അനുഭവിക്കാൻ. സ്തോത്രം. എത്ര പേർക്ക് അത് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. വെറും സാന്നിധ്യം എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയല്ല, ദൈവത്തിൻ്റെ ഗ്ലോറി അനുഭവിക്കാൻ. ഇന്ന് രാത്രി ആ ദൈവത്തിൻ്റെ ഗ്ലോറി നമ്മുടെ നടുവിലുണ്ട്.
സ്തോത്രം. ആ ഗ്ലോറിയുടെ മറവിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ, ആമേൻ, അഗ്നി സർപ്പങ്ങളുള്ള, തേളുകളുള്ള ആ മരുഭൂമിയിൽ, ആമേൻ, ഈജിപ്തിൽ നിന്നും ഇസ്രായേലിലേക്കുള്ള യാത്ര 2026 പോയാൽ ദുർഘടമാണ്. സ്തോത്രം. ഞാൻ ആ റൂട്ടിലൂടെ ഒത്തിരി പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 2026 ഈജിപ്തിൽ നിന്നും ഇസ്രായേലിലേക്കുള്ള യാത്രയുടെ ദുർഘടത അതൊരു ബസ്സിൽ പോയാൽ തന്നെ അനുഭവിക്കാൻ പറ്റും. എന്നാൽ ആമേൻ, അന്ന് ഇസ്രായേൽ മക്കൾ ആ റോഡിലൂടെ, ആ വഴിയില്ലാത്ത, ആമേൻ, പാതയില്ലാത്ത സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ അവർ ഭയപ്പെട്ടില്ല, അവർ തകർന്നില്ല, അവർ ഭാരപ്പെട്ടില്ല. കാരണം അവർക്കൊന്നിനും ഭാരപ്പെടേണ്ട ആവശ്യം വന്നില്ല. എന്താ ആവശ്യം വരാത്തത്? സകല ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയുന്ന ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏത് സമയത്തും അവൈലബിൾ ആയിട്ടുള്ളൊരു ദൈവ സാന്നിധ്യം, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ് ഏറ്റെടുക്കാൻ പറ്റുന്നവർക്കായി സ്തോത്രം. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ഹോളിനകത്ത്, 4 ചുവരിനകത്ത് ആ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, ആമേൻ, നമുക്ക് ദൈവവുമായിട്ടുള്ള കണക്ഷനിൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളതാ. ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം. ഇന്നുവരെ അനുഭവിക്കാത്ത, ഇന്നുവരെ ക്യാരി ചെയ്യാത്ത, ഇന്നുവരെ നീ ചുമന്നിട്ടില്ലാത്ത, ഇന്നുവരെ നീ കണ്ടിട്ടില്ലാത്ത ഒരു ഗ്ലോറിയുമായിട്ട് ഇവിടുന്ന് പോകത്തക്ക രീതിയിൽ ദൈവം നിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ പോകുക. 40 ദിവസം, ആമേൻ, സീനായ് പർവ്വതത്തിന് മുകളിൽ കർത്താവുമായിട്ടുള്ള സാന്നിധ്യത്തിൽ ഇരുന്നിട്ട്, ആമേൻ, മോശ താഴോട്ട് വന്നപ്പോൾ നീ ഗ്ലോറി കാണിക്കാൻ വേണ്ടി ഒരു അഭ്യാസവും കാണിച്ചില്ല. കാണിച്ചോ? എന്നിൽ ഗ്ലോറി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും കാണിച്ചോ? ഇല്ല. താഴോട്ട് ഇറങ്ങി വന്നപ്പം അവിടെ നിൽക്കുന്നവർക്ക് മോശയുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. ആ ഗ്ലോറി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നോക്കാൻ പറ്റുന്നതിനപ്പുറത്തെ മഹത്വം അവൻ്റെ മേൽ ഇറങ്ങി. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന, ആമേൻ, ഞാനാണോ നിങ്ങളാണോ, ആമേൻ, ദൈവം നമ്മളെ ഈ തലമുറയിൽ കണ്ടിരിക്കുക ഗ്ലോറി ക്യാരി ചെയ്യാനായിട്ട്, അതിനെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുന്ന, അവൻ എല്ലാവരെയും ഒന്നും ഞാൻ പറയുന്നത്, ചിലർ ഇതിനകത്തുണ്ട്. അവരാ ഗ്ലോറി അനുഭവിച്ചിട്ടാ പോകാൻ പോകുന്നത്. അവരുടെ മേൽ ദൈവത്തിന്റെ മഹത്വം താണിറങ്ങാൻ പോകുക. കൊതിയോടെ വന്നൊരു വ്യക്തിയുണ്ടെങ്കിൽ, ആഗ്രഹത്തോടെ വന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ, ഒന്നും കാണാനല്ല, ആരെയും കാണാനല്ല, കർത്താവേ, എനിക്ക് നിന്റെ മഹത്വം വേണം. ഹല്ലേലൂയ. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 2026 is the year of God's glory. ആമേൻ. ഹല്ലേലൂയ. 2026 is the year of God's glory എന്ന് വാ തുറന്ന് പറഞ്ഞേ. 2026 is the year of God's glory എന്ന് വാ തുറന്ന് പറഞ്ഞേ. വാ തുറന്ന് പറഞ്ഞേ. വാ തുറന്ന്. നിന്റെ കുടുംബത്തിൽ അത് സംഭവിക്കും, നിന്റെ തലമുറയിൽ അത് സംഭവിക്കും, നിന്റെ സഭയിൽ അത് സംഭവിക്കും, നിന്റെ ശരീരത്തിൽ അത് സംഭവിക്കും. അവൻ നീ നടക്കുമ്പോൾ സംഭവിക്കും, നീ ഇരിക്കുമ്പോൾ സംഭവിക്കും, നീ വാ തുറക്കുമ്പോൾ സംഭവിക്കും. ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ ഇറങ്ങിയാൽ, let the weak say that I am strong, let the poor say that I am rich. ആമേൻ. എപ്പോഴാ പറയുന്നേ? ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുമ്പോഴാ. ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാണെന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടെ ഒന്നുകൂടെ അന്യഭാഷയിൽ കരങ്ങളെ തട്ടി ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മുടെ അതിഥിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്നത്, ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്ന എൻ്റെ അനുജനെ പോലെ എപ്പോഴും കൂടെ ഞങ്ങൾ ഒരുമിച്ച് ആഴ്ചയിലൊരു ശുശ്രൂഷ ഞങ്ങൾ ഒരുമിച്ചുണ്ട്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ശ്രേഷ്ഠനായ ദൈവദാസനാണ് പാസ്റ്റർ ഇമ്മാനുവൽ KB. ആമേൻ. സ്തോത്രം. നിങ്ങൾ അദ്ദേഹത്തെ പാട്ട് പാടുന്ന ആളായിട്ടാണ് കാണുന്നത്. പക്ഷെ ഞാൻ കാണുന്നത് ഇന്ത്യയെ കർത്താവിനോട് നേടുന്നൊരു അഭിഷക്തനായിട്ടാണ്. ഇന്ന് രാത്രി അദ്ദേഹം തൻ്റെ മിനിസ്ട്രി തുടർന്ന് ചെയ്യാൻ പോകുകയാണ്. ആമേൻ. ഒരു വ്യത്യസ്തമായ ശുശ്രൂഷയിലേക്ക് ദൈവം തന്നെ കൈ പിടിച്ചിറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ആ കർത്തൃദാസൻ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, കുടുംബമായി നമ്മുടെ നടുവിലുണ്ട്. നമ്മുടെ കരങ്ങളെ തട്ടി അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ പ്രത്യേകിച്ച്
ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ വ്യത്യസ്തമായ നിയോഗത്തിൽ വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വന്ന നിങ്ങളെ ഏവരെയും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങളെ ഇന്ന് രാത്രി അറിയിക്കുകയാണ്. ഇത് ട്രയം ജനറേഷൻ ഫോർ ക്രൈസ്റ്റ് ഒന്നിച്ച് കൂടുന്ന ഇടമാണ്. ഇത് പ്രായം കൊണ്ട് അതിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട. നിയോഗത്തിൻ്റെ കണ്ണുകളിലൂടെ ഇന്ന് രാത്രിയിൽ അതൊന്ന് നോക്കാൻ ശ്രമിച്ചാൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് ഇതിനകത്തൊന്നും മാറിയിരിക്കാൻ കഴിയില്ല. നിങ്ങളും ഇതിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും. ഞാൻ ആദ്യം തന്നെ ആ വേർഡ് പറയുകയാണ്. ഇതിനകത്തൊരു പക്ഷേ പുറകിലിരിക്കുന്നവരുണ്ട്, ഒന്ന് ഇച്ചിരി അങ്ങോട്ട് പുറകോട്ട് മാറിയിരിക്കുന്നവരുണ്ട്. പക്ഷേ ഇതിനകത്തും നിങ്ങൾ മാറിയിരിക്കേണ്ട കാര്യമില്ല. ഇന്ന് രാത്രി പ്രായത്തിൻ്റെ കണ്ണിലൂടെ ഇതിനെ നോക്കരുത്. ജനറേഷൻ എന്നൊക്കെ പറയുമ്പം അങ്ങനെ ചിന്തിക്കരുത്. നിയോഗത്തിൻ്റെ കണ്ണുകളിലൂടെ ഇന്ന് രാത്രി നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങും, ഞാനും ഇതിൻ്റെ ഭാഗമാണ്, എന്നെയും കർത്താവ് ഇതിനകത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന കർത്താവിൽ ബഹുമാന്യ അഭിഷക്തൻ, പ്രിയ അഭിഷക്തൻ പറഞ്ഞതുപോലെ ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന, ഞാൻ ഒത്തിരി ആദരിക്കുന്ന, ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ നോക്കിക്കാണുന്ന, ഫോളോ ചെയ്യുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തനാണ് ഈ ജയോത്സവം സഭയുടെ സീനിയർ പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ ഡാനിയൽ അവർകൾ. കുടുംബത്തെയും ഓർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ നമ്മളെ വേദിയിൽ കാണുമ്പോൾ മാത്രമുള്ള പരിചയത്തിനൊക്കെ അപ്പുറത്ത് സമയമെടുത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളെ അന്വേഷിക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും അപ്പോൾ തന്നെ ശുശ്രൂഷയിൽ വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു തരികയും ചെയ്യുന്ന ദൈവദാസന്മാർ വളരെ കുറവാണ്. അവരുടെ തിരക്കുകൾ കൊണ്ടാണ്. എന്നാൽ പോലും അങ്ങനെയുള്ള ചില ദൈവദാസന്മാരിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിഷക്തനാണ്. ആൻഡ് യു ആർ സോ ബ്ലെസ്ഡ് ടു ഹാവ് ഹിം ആസ് യുവർ പാസ്റ്റർ. സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ച്. ആമേൻ. അത് സത്യമാണ്. കാര്യം ഞാൻ പുറത്തുനിന്ന് ഒരാൾ വന്നത് പറയുമ്പം നിങ്ങൾ കുറച്ചും കൂടി കരങ്ങളെ തട്ടി അഭിഷക്തനെയും കുടുംബത്തെയും ഓർത്ത് നിങ്ങൾ നന്ദി പറയണം. ആമേൻ. ഞാൻ ഒത്തിരി സന്തോഷമുണ്ട് ദൈവാസനെ. കാര്യം രാവിലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങളും ഞങ്ങളും എല്ലാം രാവിലെ ഒരു ആരാധന കഴിഞ്ഞാണ് വരുന്നത്. ഈ കർത്താവിന് എപ്പോഴും എക്സ്ട്രാ കൊടുക്കുന്നവരെ ഒത്തിരി ഇഷ്ടമാണ്. ഒരാമയും പറയാമോ? എക്സ്ട്രാ. ഈ ആരും ചെയ്യാത്ത ചിലത് ചെയ്യുമ്പം പെട്ടെന്ന് ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ വലിയ പാടാണ്. അതാണ് ഈ യേശുവിൻ്റെ കാൽക്കൽ എന്താ പറയുന്നത്, യേശുവിൻ്റെ തലയിൽ ആ അലബാസ്റ്റർ ജാർ, ആ വെൺകൽ ഭരണി പൊട്ടിച്ച് ആ സുഗന്ധവർഗം അല്ലേ, സ്വച്ഛ ജഡമാംസ തൈലം അല്ലേ, കറക്റ്റ്, അത് ഒഴിച്ച് യേശു കർത്താവിനെ ആരാധിച്ച ആ സ്ത്രീ അധിക ചെലവ്, ദുർച്ചെലവാ ചെയ്യുന്നതെന്ന് കണ്ടു നിൽക്കുന്നവർക്ക് തോന്നി. പക്ഷെ കണ്ടു നിന്നവരുടെയും കമന്റ് പറയാൻ തുനിഞ്ഞവരുടെയും ഹൃദയത്തെ അറിഞ്ഞ് കർത്താവ് പറഞ്ഞു, അയ്യോ കമന്റ് പറയാൻ വരട്ടെ, അവക്ക് പറ്റുന്നത് അവള് ചെയ്തല്ലോ, അവളെ കൊണ്ട് കഴിയുന്നത് അവള് ചെയ്തല്ലോ. That's her version of worship. ഇന്ന് രാത്രിയിൽ ആ വേർഡിന് എത്ര പേര് ആമേൻ പറയും? അത് അവളുടെ ആരാധനയുടെ രീതിയാണ്. That's her version of worship. ഇന്ന് രാത്രിയിൽ എൻ്റെ ദൈവത്തെ എങ്ങനെ സ്തുതിക്കണമെന്ന്, എൻ്റെ ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന്, എൻ്റെ കർത്താവിനെ എത്രമാത്രം ഞാൻ സ്തുതിക്കണമെന്ന്, അവൻ്റെ നാമം ഈ ദേശത്ത് എത്രത്തോളം ഞാൻ ഉയർത്തണമെന്ന് അളവ് തീരുമാനിക്കുന്നത് ആളുകളല്ല, സമൂഹമല്ല, സഭയല്ല. ഇന്ന് രാത്രി എനിക്ക് എൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിനകത്ത് എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ സ്നേഹം എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇന്ന് രാത്രി ഞാൻ പ്രകടിപ്പിക്കും. ഇറ്റ്സ് എ ഡിസിഷൻ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ എക്സ്ട്രാ ടൈം കർത്താവിന് കൊടുത്ത് നിങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നല്ലോ. എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് ക്ഷീണമുണ്ട്. ഇത് ഞാൻ വന്ന വഴിക്ക് ആ വെഞ്ഞാറമൂടൊക്കെ അപ്പുറത്ത് വന്ന വഴിക്ക് ഒരു മണിക്കൂർ വണ്ടി സൈഡിലിട്ട് ഒന്ന് മയങ്ങിയേച്ചാ വന്നേ. നമുക്കെല്ലാം ക്ഷീണമുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിൽ ജഡം ബലഹീനമെങ്കിലും
ഒരുക്കമുള്ള ഒരു ആത്മാവ് നിങ്ങളുടെ അകത്തുള്ളത് കൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ അഭിഷക്തൻ പറഞ്ഞ ആ വാക്ക് തന്നെ പറയുന്നു, മഹത്വം ഇറങ്ങിയാൽ പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ നിയന്ത്രണം പരിശുദ്ധ ആത്മാവാണ് ഏറ്റെടുക്കുന്നത്. ശരീരം ഒരു ഉപകരണമായി മാറും. ദൈവത്തിൻ്റെ കരത്തിൽ ദൈവം എടുത്തുപയോഗിക്കുന്ന ഒരു ഉപകരണമായി മാറും. അങ്ങനെയെങ്കിൽ അല്പസമയം നമുക്ക് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇവിടുത്തെ വർഷിപ്പ് ടീമിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കയറി വന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് അനുഭവിക്കാൻ ആമേൻ എനിക്ക് കഴിഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഒന്ന് പാടി മഹത്വപ്പെടുത്താം. എൻ്റെ രോഗക്കിടക്കയതിൽ എൻ്റെ സൗഖ്യപ്രദായകനേ, എൻ്റെ പാപസംഹാരകനേ, എൻ്റെ സർവവും നീ മാത്രമേ. എൻ്റെ രോഗക്കിടക്കയതിൽ എൻ്റെ സൗഖ്യപ്രദായകനേ, എൻ്റെ പാപവിമോചകനേ, എൻ്റെ സർവവും നീ മാത്രമേ. ആരാധ്യനേ സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കുന്നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. എൻ്റെ വേദനയിൽ ആശ്വാസം, നിന്റെ സാന്ത്വനമെന്നുമെന്നും, എൻ്റെ രക്ഷകനാമേശുവേ, എൻ്റെ സങ്കേതം നീ മാത്രമേ. ചേർന്ന് പാടുമോ? എൻ്റെ വേദനയിൽ ആശ്വാസം, നിന്റെ സാന്ത്വനമെന്നുമെന്നും. ഇന്ന് രാത്രി അതൊന്ന് അനുഭവിച്ച്, എൻ്റെ രക്ഷകനാം യേശുവേ, എൻ്റെ സങ്കേതം നീ മാത്രമേ. ആരാധ്യനേ സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കുന്നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. യേശുവിൻ്റെ നാമം എനിക്ക് കേവലം പേരല്ല, അതിനപ്പുറത്തൊരർത്ഥം എനിക്ക് എൻ്റെ കർത്താവിനെ കുറിച്ച് എനിക്കുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ക്രിസ്ത്യാനികൾക്ക് ആരാധിക്കാനുള്ള ഒരു പേരല്ല യേശുവിൻ്റെ നാമം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ക്രിസ്ത്യാനികൾക്ക് ആരാധിക്കാൻ കൂടി വരുമ്പോൾ ഉയർത്താൻ ഒരു പേര് വേണമല്ലോ എന്നോർത്ത് ചരിത്രത്തിൽ കണ്ടുപിടിക്കപ്പെട്ട ഒരു പേരല്ല, ഒരു മഹാന്റെ പേരല്ല യേശു ക്രിസ്തു. ആമേൻ. ഇന്ന് രാത്രിയിൽ അവിടുന്ന് രാജാതിരാജാവാണ്, അവിടുന്ന് കർത്താതി കർത്താവാണ്. താൻ മാത്രം അമർത്യതയുള്ളവനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. ആ അദൃശ്യനായ ദൈവം ഇന്ന് രാത്രി അനുഭവേദ്യമാകുന്ന തലത്തിൽ നമ്മുടെ മധ്യ ഇറങ്ങി വന്നിരിക്കുകയാണ്. എന്താണ് അതിന്റെ ഉറപ്പ്? അവിടുന്ന് തന്നെ നമ്മോട് പറഞ്ഞിരിക്കുന്നു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നതിന് മധ്യ ഞാൻ ഉണ്ട്. കമോൺ, ആമേൻ. ഇന്ന് രാത്രി ഈ കൂട്ടത്തെ ആമേൻ ദൈവ സാന്നിധ്യം കൊണ്ട് ഒപ്പിട്ടുറപ്പിക്കുകയാണ് പരിശുദ്ധ ആത്മാവ്. ഇന്ന് രാത്രി ഈ കൂട്ടത്തിന്റെ അജണ്ട മറ്റൊന്നുമല്ല. ഇന്ന് നമ്മുടെ രാജ്യത്ത് പല കൂട്ടങ്ങളും പല അജണ്ടകളിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഇന്ന് രാത്രി ദൈവമക്കളായ നാം കൂടി വന്നിരിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഏക സത്യ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ വലിയ ഇഷ്ടം. എൻ്റെ വേദനയിൽ ആശ്വാസം, because he is more than a name for me. എൻ്റെ വേദനയിൽ ആശ്വാസം, നിന്റെ സാന്ത്വനമെന്നുമെന്നും, എൻ്റെ രക്ഷകനാമേശുവേ, എൻ്റെ സങ്കേതം നീ മാത്രമേ. നമുക്കൊന്നൊന്നിച്ച് പാടാമോ? എൻ്റെ വേദനയിൽ ആശ്വാസം, നിന്റെ സാന്ത്വനമെന്നുമെന്നും. You are my savior. എൻ്റെ രക്ഷകനാമേശുവേ,
യേശുവേ എന്റെ സങ്കേതം സങ്കേതം നീ മാത്രമേ. എന്റെ പ്രാണപ്രിയൻ എന്റെ പ്രാണപ്രിയൻ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. ഞാൻ ഏകനായി തീർന്നിടട്ടെ, യേശു, because ഞാൻ എന്റെ ദൈവത്തെ എന്റെ മുൻപാകെ വെച്ചിരിക്കുന്നു. I see him all the moments of my life. Oh യേശു, ഞാൻ ഏകനായി തീർന്നിടട്ടെ. എന്റെ യേശു മാറത്തില്ല, യേശു മാറുന്നില്ല. അതുകൊണ്ട് ഞാൻ അവനെ മുറുകെ പിടിക്കും. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ചേർന്ന് പറഞ്ഞേ, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എന്റെ പറയല്ല, നിങ്ങളെ വെറുതെ കൈയടിപ്പിക്കാൻ പറയല്ല. ഇതിനകത്ത് അവന്റെ സാന്നിധ്യം, അദൃശ്യനായ ദൈവത്തിന്റെ അനുഭവേദ്യമായ സാന്നിധ്യം അനുഭവിച്ച ദൈവമക്കൾ ഇതിനകത്തുണ്ട്. അവർക്ക് ഞാൻ പറയുന്ന നിഷേധിക്കാൻ കഴിയില്ല. അവർ പറയും, ഞാൻ അവനെ അനുഭവിച്ചു. എന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന, എന്റെ കരച്ചിൽ കാണുന്ന, എന്റെ നിലവിളി കേൾക്കുന്ന, എന്റെ അവസ്ഥകളെ അറിയുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. മറ്റാരെങ്കിലും നിന്റെ അടുക്കൽ ഓടി വരുന്നതിന് മുമ്പ് കർത്താവ് നിനക്ക് വേണ്ടി വരും. ഒരു സ്തോത്രം പറഞ്ഞേ. മറ്റാരെങ്കിലും ഒക്കെ നിനക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ തീരുമാനം എടുക്കുന്നതിന് മുൻപ് ദൈവം നിനക്ക് വേണ്ടി, ഞാൻ ഈ പദം പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ സ്വീകരിക്കുമെന്ന് അറിയത്തില്ല. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ സ്വന്തക്കാർ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വരുന്നതിന് മുൻപ്, നിന്റെ രക്തബന്ധങ്ങൾ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വരുന്നതിന് മുമ്പ്, God will take an initiative for you. ഇതിനകത്തിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കും. നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു ഇനിഷ്യേറ്റീവ് എടുക്കും. ഇന്ന് രാത്രി നിന്റെ വിടുതൽ, കണ്ണുനീരിനെ മറികടന്നു പോകാൻ അറിയാത്തൊരു ദൈവം നമുക്കുണ്ട്. എത്ര പേർ അതിന് ആമേൻ? കണ്ണുനീരിനെ മറികടന്നു പോകാൻ കഴിയാത്തൊരു ദൈവം നമുക്കുണ്ട്. ഇന്ന് രാത്രി നിന്റെ വേദനകളിൽ നിനക്ക് ആശ്വാസമായി മാറാതെ, നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കാതെ ഇന്ന് രാത്രി ഹോള് വിട്ട് എൻ്റെ ദൈവം പോകത്തില്ല. നിങ്ങളുടെ വേദന ആരോടെങ്കിലും ഒക്കെ നിങ്ങൾ പങ്കുവെച്ചു നോക്ക്. അവർ പറയാം, അയ്യേ ഇത്രേ ഉള്ളോ, ഇതിലും വലിയ പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ വിഷമങ്ങളെ ചെറുതാക്കി കാണുന്നവരെ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഈ മലയാളത്തിലൊരു പദമുണ്ട്, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. അവരവർക്ക് അവരവരുടെ വേദന വലുതാന്ന്. ഇന്ന് രാത്രി നിന്റെ സഹോദരന്, നിന്റെ കൂട്ടുകാർക്ക് നിന്റെ വേദനയെ ചെറുതാക്കി കാണിക്കാനേ പറ്റൂ. നിന്റെ വേദന എടുത്തു മാറ്റാൻ കഴിയില്ല, നിന്റെ പ്രതിസന്ധിക്ക് പരിഹാരം വരുത്താൻ കഴിയില്ല. പക്ഷെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നീ ഒന്ന് കൊടുത്തു നോക്ക്, അവൻ ആ വേദന എടുത്തു മാറ്റൂ. ഇന്ന് രാത്രി ആ സ്നേഹത്തിന്റെ ചൂട് നീ അടിച്ചു തുടങ്ങിയ നിന്റെ വേദന ഒരു മഞ്ഞുമല ഉരുകി തീരുന്നത് പോലെ. അതുകൊണ്ട് പഴയ ഭക്തന്മാർ പാടിയത്, അലകൾ പടകിൽ ആടിച്ചെന്ന അല്ലലോരൽപ്പം ഇല്ലേനിക്ക്, അലകൾ പടകിൽ
അടിച്ചെന്നാൽ അല്ലലോരൽപ്പവുമില്ലേനിക്ക്. കാരണമുണ്ട്. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായെന്നരികിലും. ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥൻ അഭയമായെന്നരികിലുണ്ട്. മരണനീഴലിൽ താഴ്വരയിൽ ശരണമായെനിക്കേശുണ്ട്. പാടി ആശ്വസിച്ച ഇന്ന് രാത്രി ഈ വരികളൊന്ന് പാടി ആശ്വസിച്ച് മായെനിക്കേശുണ്ട്. കരളലിഞ്ഞു കൈകൾ പിടിച്ചു കരുതി നടത്തും. സന്തോഷമാണോ ദൈവമക്കളെ? ഇന്ന് രാത്രി ഇങ്ങനെ പാടിയും പ്രാർത്ഥിച്ചും കേട്ടും കർത്താവിനെ ഉള്ളത്തിൽ ധ്യാനിച്ചും ദൈവത്തിന് നന്ദി പറഞ്ഞു ഒക്കെ ഇങ്ങനെ പോകാൻ സന്തോഷമാണോ? ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ സാന്നിധ്യത്തിനകത്ത് നിങ്ങൾ ഇരിക്കുന്ന സമയം വ്യർത്ഥമല്ല. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ശക്തരാവുകയാണ്. നിങ്ങൾ പോലും അറിയാതെ പ്രതിസന്ധികളുടെ മുൻപിൽ തല കുനിക്കാനല്ല നിങ്ങളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നെ കേട്ടെ, വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അയ്യോ, എനിക്ക് ഒത്തിരി വിഷമമുണ്ട്, ഒത്തിരി പ്രയാസങ്ങളുണ്ട്, ഒത്തിരി ടെൻഷനുണ്ട്. അയ്യോ, ടെൻഷനെ കുറിച്ച് ഓർക്കുമ്പോൾ ടെൻഷനാണ്. അത് പറഞ്ഞിട്ടും ചിരിക്കാത്തവരുണ്ട്. എനിക്ക് ആകെ കൂടി ഉണ്ടായിരുന്നൊരു കോമഡി അതാ. ഇപ്പം ചിരിച്ച് എൻ്റെ കോമഡി പൊളിഞ്ഞിട്ടാണെങ്കിലും ചിരിച്ചല്ലോ. ഒരു നന്ദി പറഞ്ഞേ. കർത്താവേ സ്തോത്രം. ടെൻഷൻ ഒന്നും ഓർക്കണ്ട. ഈ കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ടെൻഷൻ ഉണ്ടെന്നും കൂടെ പറയരുത്. രണ്ടും ഒന്നിച്ചു പോകത്തില്ല. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അങ്ങ് കൊടുത്തേരെ, ആ വിഷയം അങ്ങ് കൊടുത്തേരെ. എന്നിട്ട് അതുകൊണ്ടാണ് പറഞ്ഞേ, മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവിൻ. മിണ്ടാതിരിക്കുമ്പോൾ പിന്നെ ഇനി നിനക്കുള്ളത് വെയിറ്റ് ആൻഡ് സീ. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, വെയിറ്റ് ആൻഡ് സീ. കം ഓൺ, ആമേൻ, ആമേൻ, ആമേൻ. യോശുവ പറയുന്നു, ഇന്ന് ദൈവം നമ്മുടെ മധ്യേ ഒരു അതിശയ കാര്യം ചെയ്യും. വിശ്വസിക്കാൻ കഴിയോ? ഇന്ന് നമ്മുടെ മധ്യേ ദൈവം ഒരു അതിശയ കാര്യം ചെയ്യും. What should I do? You don't need to do anything. You just wait upon the Lord. ഇന്ന് രാത്രി ദൈവത്തിൽ നീ വിശ്വസിക്കുക, അവനായി കാത്തിരിക്കുക. ദൈവം നിനക്ക് വേണ്ടി 2026 മഹത്വത്തോടെ ഇറങ്ങി വരുന്നത് ഇന്ന് രാത്രി കാണാൻ തയ്യാറാവുക. നിങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രി സഹകരിക്കുകയാണെങ്കിൽ, എന്നോടല്ല പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുകയാണെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ വിടുതലുകളെ എൻ്റെ ദൈവം അയക്കും. കമോ, ഇന്ന് രാത്രി അവന് കരം കൊടുക്കാമെങ്കിൽ, വിശ്വസിച്ചൊരു പദമെങ്കിലും നാവ് ഉയർത്തി പറയാമെങ്കിൽ, കർത്താവേ, പരിശുദ്ധ ആത്മാവേ, ഇന്ന് രാത്രിയിൽ അങ്ങ് എൻ്റെ ജീവിതത്തിൽ ചിലത് ചെയ്യണം, ഞാൻ അതിനുവേണ്ടി തയ്യാറെടുക്കുക എന്ന് പറയുകയാണെങ്കിൽ കർത്താവ് അത് ചെയ്യും. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. എന്തിനാ? അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും കൃപയാ. പറഞ്ഞേ, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ.
തുറക്കുന്നത് ഒരു മനോഭാവമാണ്. നന്ദി പറച്ചിലൊരു മനോഭാവമാണ്. ഇന്ന് രാത്രി നമ്മൾ നന്ദി കെട്ടവരല്ല, നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരാണ്. വചനം പറയുന്നു, ഒന്ന് ഓർത്ത് നന്ദി പറയാനില്ലെങ്കിൽ ബൈബിൾ പറയുന്നു, നീ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാകുന്നു. പലരെയും തകർത്തു കളഞ്ഞ ഈ ഷാനമൂല് നിന്റെ പടകിന് നേരെ അടിച്ചിട്ടു ഇന്ന് രാത്രിയിൽ വീണ്ടും തകർന്നു പോകാതെ ഈ ഭൂമിയുടെ പരപ്പിൽ നീ നിലനിൽക്കുന്നെങ്കിൽ നിന്നെ നിലനിർത്തിയത്, come on, His grace is the reason for your existence. നിന്റെ നിലനിൽപ്പിന്റെ കാരണം ദൈവത്തിന്റെ കൃപയാ. നിൻ മഹാ കൃപയ്ക്കാ നിന്നെ ഞാൻ സ്തുതിച്ചിടും എന്നും. നിൻ മഹാ കൃപയ്ക്കാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാ കൃപയ്ക്കാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഓർത്ത് നിൻ മഹാ കൃപയ്ക്കാ ഹൃദയത്തിലെങ്കിലും നന്ദി പറഞ്ഞ് അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ തന്റെ പുത്രനെ തന്നുരക്ഷിച്ചു നീ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അതുകൊണ്ടാണ് കർത്താവ് ഉറപ്പ് തരുന്ന, പേടിക്കേണ്ടെന്ന്. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ഇങ്ങനെ പിടിച്ചേക്കുകയെന്ന് ഒന്ന് ഇമാജിൻ ചെയ്തേ. അതൊന്ന് ഇമാജിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കർത്താവിന് നന്ദി പറയാൻ പറ്റത്തുള്ളൂ. യേശു ആടുകളെ കുറിച്ച് പറഞ്ഞു, യേശു ഒലിവിനെ കുറിച്ച് പറഞ്ഞു, യേശു ഉപമകളെ കൂടാതെ യേശു ഒന്നും പറഞ്ഞില്ലെന്ന് പറയും. എന്തിനാണെന്നറിയോ? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. ഒരാമയും പറഞ്ഞേ, എനിക്ക് വലിയ വെളിപ്പാടുകൾ പറയാൻ അറിയത്തില്ല, പക്ഷെ എൻ്റെ കർത്താവ് എന്നോട് സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഇത് കാണുമ്പം എന്നിട്ട് കർത്താവ് പറയാ, ഇങ്ങനെയാ ഞാൻ നിന്നെ പിടിച്ചേക്കുന്നതെന്ന്. Come on. നിങ്ങൾ സന്തോഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാളെ നിങ്ങളുടെ മധ്യേ, നാളെ നിങ്ങളുടെ മധ്യേ കാലേബ് ശുശ്രൂഷിക്കാൻ വരുന്ന പാസ്റ്റർ കാലേബ്, അദ്ദേഹം എഴുതിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട പാട്ടുണ്ട്. എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി എന്നെ ആശ്വസിപ്പിച്ചൊരു ഗാനമാണ്. അദ്ദേഹം പാടുമായിരിക്കും, പക്ഷേ എനിക്കത് പാടാനൊരു നിയോഗം ഉള്ളത് കൊണ്ട് അതിൻ്റെ 1-2 വരികളൊന്ന് പാടുകയാണേ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുന്നിൽ വിശാലവാതിൽ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുന്നിൽ വിശാലവാതിൽ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതിന്നും. ഈ ഉദ്ദേശിക്കുന്ന സമയത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാതിരിക്കുമ്പോൾ ഉണ്ടല്ലോ, അങ്ങ് പിണങ്ങും നമ്മൾ. ചില സമയത്ത് ഞാൻ പിണങ്ങിയിട്ടുണ്ട് പാസ്റ്ററെ. അങ്ങ് വഴക്ക് പിടിക്കും കർത്താവുമായിട്ട്. എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഒരു വഴി എൻ്റെ മുമ്പിൽ തുറക്കുന്നില്ല. അങ്ങ് പരാതിപ്പെടും. ഇത്ര ആരാധനയ്ക്ക് പോയി, ഇത്രയും പ്രാർത്ഥിച്ചു, ഇത്ര ഉപവസിച്ചു, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്നെ നടക്കാത്ത. പക്ഷേ even when he's silent, he's still doing something amazing for you.
യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതിന്നു. കുഞ്ഞെ, നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാ. നിനക്ക് വേണ്ടി അവൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവപ്രവൃത്തി ഉണ്ടല്ലോ, അവൻ്റെ പ്രവൃത്തി, അതൊരു കണ്ണ് കാണാത്തത്, ഒരു ചെവിയും കേൾക്കാത്തത്, ആരുടെയും ഹൃദയത്തിൽ തോന്നാത്തത്. ആരാ പറഞ്ഞ നിന്നെക്കുറിച്ച് ദൈവത്തിന് കരുതലില്ലെന്ന്? ആരാ പറഞ്ഞ നിന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് അമേൻ 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 ചിന്തകളില്ലെന്ന്? അമേൻ. കണ്ടിട്ടുണ്ടോ ആകാശത്തിലെ പറവകൾ? അമേൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല. പക്ഷേ ഇന്നു വരെ ഒരു പറവ പോലും പട്ടിണി സമരം നടത്തിയിട്ടില്ല. ഈ ലോകത്തിൽ ആർക്കും നിന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം. You are intended to be born. You are intended to be born എന്ന് വെച്ചാൽ നീ ജനിക്കുക എന്നുള്ളത് സ്വർഗത്തിൻ്റെ പദ്ധതിയായിരുന്നെന്ന് അന്ന് ഏൽപ്പിച്ചു കൊടുത്തു. അന്നു മുതൽ ദൈവം ആ മകൻ്റെ കരം പിടിച്ചു. ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇന്നുവരെയും ആ കരം വിട്ടിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കൂറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കൂറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താ പാടിയിടും ആ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താ നയിച്ചതിനാ. അങ്ങേക്കാൾ വേറെ ഒന്നിനെ സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ദൈവസാന്നിധ്യത്തിൽ സന്തോഷിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടി ആ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഇങ്ങനെ സന്തോഷിക്കാൻ ഇമ്മാനുവൽ കെ വി വരണമെന്നൊന്നുമില്ല. നിങ്ങളെല്ലാം കൂടെ ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. നിങ്ങളുടെ ആരാധന ഒരു 3-4 മണിക്കൂർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പാടുമില്ല. ഒരു സ്വത്രം പറഞ്ഞില്ല. നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ അവൈലബിലിറ്റിക്കകത്താണ്. നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനകത്താണ് ഇരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ മനോഭാവത്തിനകത്താണ്. ആമേൻ. ഈ മോശയ്ക്ക് ശേഷം ആര് എന്ന ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവാം ആ കാലത്ത്. പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ മോശയ്ക്ക് ശേഷം അവിടെ ബാക്കിയുള്ളവരൊക്കെ അവരുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും എന്നായിരിക്കും ചിന്ത. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണുകൾ ഉടക്കിയത് കൂടാരം വിട്ടു പിരിയാതെ ഇരുന്ന ഒരു യോശുവയുടെ മേലാണ്. ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും: മനുഷ്യൻ വെച്ച മാനദണ്ഡങ്ങളെ മറികടന്നു വന്ന തിരഞ്ഞെടുപ്പാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ഇട്ടത്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, മനുഷ്യൻ വെച്ച മാനദണ്ഡങ്ങളെ മറികടന്നു വന്ന്
ഒരുത്തനെ തിരഞ്ഞെടുത്തതിൻ്റെ ആമേൻ സൈനാണ് ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഇമ്മാനുവൽ KB. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നീ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പാരമ്പര്യം നിനക്ക് പറയാൻ കാണത്തില്ല. ഈ പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിൽ ഒത്തിരി വർഷം പാരമ്പര്യം നിനക്ക് പറയാൻ കഴിയില്ല. ഈ പാട്ടുകളോ ഈ വാക്യങ്ങളോ വചനങ്ങളോ ഒന്നും മനസ്സിലാക്കാനുള്ള ഒരു കഴിവോ അറിവോ നിനക്ക് കാണത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കണ്ണുകൾ നിന്റെ മേൽ ഉടക്കിയിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നെങ്കിൽ മക്കളെ, ഇന്ന് രാത്രി നീ അവൈലബിൾ ആയിക്കോ. നിന്റെ മേൽ ദൈവത്തിൻ്റെ ഒരു നിയോഗം വീഴുന്നുണ്ട്. ഇന്ന് രാത്രി പ്രായമൊന്നും എൻ്റെ ദൈവത്തിന് വിഷയമല്ല, എൻ്റെ ദൈവത്തിന് മനോഭാവം തന്നെയാണ് വിഷയം. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞേ ആമേൻ 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 ആമേൻ. 12 പേരെ ദേശം ഉറ്റുനോക്കാൻ വിടുകയാണ്, എന്നാൽ 12 പേരും തിരിച്ചു വരികയാണ്. 10 പേരുടെ അഭിപ്രായം ഒരുപോലെ ഇരിക്കുന്നു. അവരാണ് ഒരു ടീം, അവരാണ് ഭൂരിപക്ഷം. എന്നാൽ മറ്റ് 2 പേർ ഒരു വ്യത്യസ്ത അഭിപ്രായം പറയുന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, ദൈവം ആഗ്രഹിച്ചതിനെ തന്നെ അവർ പറഞ്ഞു. മനുഷ്യൻ കേൾക്കാൻ ആഗ്രഹിച്ചതല്ല അവർ പറഞ്ഞത്. ദൈവം പറയണമെന്ന് ആഗ്രഹിച്ചത്, അവരുടെ വായിലൂടെ ദൈവം കേൾക്കാൻ ഇഷ്ടപ്പെട്ടത്, അവരുടെ അധരങ്ങൾ പറഞ്ഞു, ഈ ദേശം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചേക്കുക എന്ന് പറഞ്ഞു. യുദ്ധം തുടങ്ങിയില്ല, പോയിട്ടില്ല, ഒന്ന് ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. കണ്ടതേ കുറച്ചു പേരുടെ ധൈര്യമെല്ലാം ചോർന്നു പോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെയാണ്, അവർ ഭയങ്കര മല്ലന്മാരാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു. യാഥാർത്ഥ്യങ്ങളെ പെരുപ്പിച്ചു പറഞ്ഞു. എന്നാൽ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കാൻ ആമേൻ ഹൃദയവിശാലത പ്രാപിച്ച 2 പേര്, യോശുവയും കാലേബും. ആമേൻ പ്രായത്തിൽ അല്പം വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ അവർ ഒരുമിച്ച് നിന്നു. കാലേബിനെ കുറിച്ച് പറയുന്നവൻ വ്യത്യസ്ത സ്വഭാവമുള്ളവൻ എന്നാ പറഞ്ഞേക്കുന്നത്. ഇന്ന് രാത്രി വ്യത്യസ്ത സ്വഭാവമുള്ളവരെ എൻ്റെ ദൈവത്തിന് ഇഷ്ടമാണ്. എല്ലാവരും പറയുന്ന അഭിപ്രായത്തോട് ആമേൻ കൈ ഉയർത്തി ആമേൻ പറയാനല്ല, ദൈവത്തിന്റെ വാഗ്ദത്തവുമായി അതിനെ തട്ടിച്ചു നോക്കി അതിനകത്തൊരു ദൈവഹിതത്തെ തിരിച്ചറിയാൻ കഴിയുന്നവർ ഒരാമേൻ പറഞ്ഞു. മക്കളെ, മനുഷ്യൻ പറഞ്ഞു കേട്ടൊന്നും മാറി നിൽക്കരുത്. ദൈവപ്രവൃത്തിക്കകത്ത് നമ്മുടെ ചില അച്ഛന്മാരൊക്കെ പറയത്തില്ലേ, ചില അപ്പച്ചന്മാരൊക്കെ പറയത്തില്ലേ, ചാടി നിൽക്കണമെന്ന് പറയത്തില്ലേ? സ്തോത്രം. ചാടി നിൽക്കണം. എന്തിനാണെന്നറിയാം? കർത്താവിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ചാടി നിൽക്കണം. എന്നെ ഒന്ന് വിളിക്കണം, എന്നെ ഒന്ന് ഉപയോഗിക്കണം, എൻ്റെ മേലെ അഭിഷേകത്തെ ഒന്ന് പകരണം, കൊതിക്കണം, അഭിഷേകത്തെ ആഗ്രഹിക്കണം, ശുശ്രൂഷിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി കൊതിക്കണം. സഹോദരിമാർ, നിങ്ങൾ കൊതിക്കണം. യുവതികൾ, നിങ്ങൾ കൊതിക്കണം. യുവാക്കന്മാർ, നിങ്ങൾ കൊതിക്കണം. ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കണം. കാരണം നിങ്ങൾ ഈ ലോകത്തിൽ എത്ര ശക്തരായാലും, നിങ്ങളൊരു സാധാരണ വ്യക്തിയാണെങ്കിൽ, ഈ അഭിഷേകത്തിൽ ഓപ്പറേറ്റ് ചെയ്യാത്തവനാണെങ്കിൽ, നിനക്കൊരു വ്യക്തിയുടെ ശരീരത്തെ മാത്രമേ തൊടാൻ കഴിയൂ. ഒരു പക്ഷേ അവൻ്റെ ദേഹിയെ നിനക്ക് തൊടാൻ കഴിഞ്ഞേക്കാം നിന്റെ കഴിവുകൾ കൊണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ്റെ ആത്മതലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ ഒരഭിഷക്തന് മാത്രമേ കഴിയൂ. അത് നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മശക്തിക്ക് മാത്രമേ ആത്മതലങ്ങളിൽ ഇറങ്ങിച്ചെന്ന് ആമേൻ ഡീപ്പായിട്ടുള്ള റൂട്ടുകൾ പിഴുതെടുത്ത് ചിലരെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയത്തുള്ളൂ. ഒരു വലിയ ദൗത്യമുണ്ട്. ദൈവജനം ഉണരേണ്ട കാലം അതിക്രമിച്ചു. ദൈവജനം അവരുടെ അധികാരത്തെ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചു. അന്നും ഇന്നും നമുക്ക് ആയുധങ്ങളില്ല, അന്നും ഇന്നും നമുക്ക് പരസ്യമായ പ്രതിഷേധങ്ങളില്ല, നമുക്ക് പരസ്യമായ പ്രകോപനം ഉളവാക്കുന്ന ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ ആമേൻ അടച്ചിട്ട മുറിക്കകത്ത് മുട്ടുമടക്കി മുട്ടുമേൽ ഇരുന്ന് പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോഴേക്കും ദൈവപ്രവൃത്തി കണ്ടവരാണ് ഇതിനകത്തിരിക്കുന്ന ഒട്ടുമുക്കാൽ പേരും. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, 2026 ആമേൻ ആമേൻ ഒരു ദൈവ പൈതലിന്റെ ആമേൻ വിജയത്തിന്റെ രീതി ഒരു മാറ്റവുമില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, ഇന്ന് രാത്രി പ്രവർത്തിക്കുക. നിനക്ക് വേണ്ടി ദൈവം ഒരു വലിയ അതിശയം ഇന്ന് രാത്രി ചെയ്യും. എൻ്റെ ഭാഷയിൽ ഞാൻ പറയുന്നു, ഞാൻ കേട്ട ദൈവ ശബ്ദം ഞാൻ കൈമാറുന്നു. നിങ്ങൾക്കറിയാത്ത ദൈവത്തിൻ്റെ ആളുകൾ ചില കൊട്ടാരങ്ങളിൽ ഉണ്ടെന്ന് ഞാനൊരു ദൈവശബ്ദം കേട്ടു. നിങ്ങൾക്കറിയാത്ത, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ദൈവത്തിൻ്റെ ആളുകൾ, മൈ പീപ്പിൾ, ആരും കാണാതെ ദൈവം മറച്ചു വെച്ചിരിക്കുന്ന ചിലർ അധികാര കേന്ദ്രങ്ങളിൽ എൻ്റെ ദൈവത്തിനു വേണ്ടി
വിരലുകൾ ചലിപ്പിക്കാനുണ്ട്. ഈ ദൂത് സ്വീകരിക്കാൻ കഴിയുന്നവർ ആ കരങ്ങളെ തട്ടി. ചർച്ച്, നിങ്ങൾ വറിയാകണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട. ദൈവം വാഴുന്നു. He reigns. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. മക്കളെ, ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവരെ, ഞാൻ ഇവിടെ ഇരിക്കുന്ന യങ്സ്റ്റേഴ്സിനെ ഞാൻ ചലഞ്ച് ചെയ്തെങ്കിലും, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നു, ദൈവാസനെ, എനിക്കൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഈ പട്ടണത്തിൽ, ഈ ദൈവിക നിയോഗത്തിൽ എനിക്കൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. എൻ്റെക്കും എൻ്റെ കുടുംബത്തിനും ഇതിനകത്തൊരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഇന്ന് രാത്രിയിലെ ഈ ദൂതിൽ തിരിച്ചറിയാൻ ഒരു വെളിപ്പാട് പ്രാപിച്ച ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ പ്രാർത്ഥന കൊണ്ടായിരിക്കാം, ഒരു പക്ഷേ ഉപവാസമായിരിക്കാം, ഒരു പക്ഷേ ആമേൻ 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 ഇൻറ്റർസെസറി പ്രയറിലായിരിക്കാം, ഒരു പക്ഷേ ആമേൻ ആമേൻ ഹല്ലേലൂയ ഇടിവിൽ നിന്നുള്ള കരഞ്ഞുള്ള പ്രാർത്ഥനയായിരിക്കാം, ആമേൻ മറ്റ് ശുശ്രൂഷകളിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ ഇന്ന് രാത്രി ഞാൻ വെറുതെ ഇരിക്കത്തില്ല. ഈ നിയോഗത്തിൽ എൻ്റെ കർത്താവ് എന്നെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യാൻ, എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുക്കുന്നതിലേക്ക് ഇന്ന് രാത്രി ഞാൻ കയറി നിൽക്കാൻ ആഗ്രഹിക്കുന്നെന്ന് പറയുന്നവർ, പ്രത്യേകിച്ച് ഇതിനകത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നിങ്ങളുടെ മധ്യേ എന്നെ ഇങ്ങനെ കർത്താവ് നിർത്തുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ആമേൻ, ഞാൻ വീണ്ടും ആ പദം ആവർത്തിക്കുന്നു, മാനുഷിക മാനദണ്ഡങ്ങളെ മറികടന്നു വന്ന് ആമേൻ എൻ്റെ ബന്ധുക്കളോടോ സ്വന്തക്കാരോടോ അഭിപ്രായം ചോദിക്കാതെ എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽക്കാൻ കാരണം. അങ്ങനെയെങ്കിൽ എനിക്ക് പ്രയോജനപ്പെടാൻ ആഗ്രഹമുണ്ട്. എനിക്ക് ശുശ്രൂഷയിൽ അധികമായി വളർന്നു വരുവാൻ എനിക്ക് പ്രയോജനപ്പെടുവാൻ ആഗ്രഹമുണ്ട്. എനിക്കൊരു അഭിഷേകത്തിൻ്റെ പകർച്ച എനിക്ക് ആവശ്യമാണ് എന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഒരു നിമിഷം ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുമോ? പ്രത്യേകിച്ച് യൗവനക്കാരായിട്ടുള്ളവർ, നിങ്ങളെ ഞാൻ മുൻപിലേക്കൊന്ന് ക്ഷണിക്കുകയാണ്. ഇന്ന് രാത്രി എനിക്ക് ദൈവം നൽകുന്ന നിയോഗത്തിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. കമോൺ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അങ്ങനെ ഒരു നിയോഗം നൽകുന്നെങ്കിൽ ദയവായി നിങ്ങളൊന്ന് മുൻപിലേക്ക് കമോൺ കമോൺ സ്റ്റെപ്പ് ഫോർവേഡ്. ഒരു നിമിഷം സ്റ്റെപ്പ് ഫോർവേഡ്. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. കമോൺ കമോൺ, യു cannot be same again. നിനക്ക് വീണ്ടും പഴയതുപോലെ തുടരാൻ കഴിയില്ല. ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ഇതിനകത്തുണ്ടോ? നിങ്ങളുടെ കരം ഉയർന്നിരിക്കണം. ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ, ഈ കുഞ്ഞുങ്ങളുടെ ആമേൻ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? നിങ്ങളുടെ കരം ഉയർത്തിപ്പിടിക്കണം. ഒരു പക്ഷേ ഇവരുടെ മാതാപിതാക്കൾ അല്ലായിരിക്കാം നിങ്ങൾ, പക്ഷേ ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഹൃദയമുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അവരുടെ കരം ഉയർന്നിരിക്കട്ടെ. നടക്കും പാത നീ മാത്രമെന്റെ താതൻ, പിൻപാറ്റ വേളയിൽ നീ തന്നെ പിതാവ്. ഞാൻ നടക്കും പാതയിൽ നീ മാത്രമെന്റെ താതൻ, വേളയിൽ നീ തന്നെ പിതാവ്.
പരിശുദ്ധ സ്നേഹത്താലെന്നെ കരം മുറുകെ പിടിച്ചു. I surrender all. I surrender all. Can we all sing together? I surrender all. I surrender all to thee. All to thee, my blessed Savior. I surrender all. ആ കരങ്ങൾ ഉയർത്തി all to thee, my all to thee, my blessed Savior. I surrender all. അപ്പാ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരിക. ഞങ്ങളെ തന്നെ കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ തരിക. ആ തിരഞ്ഞെടുപ്പ് ഞങ്ങളുടെ അടുക്കലേക്ക് വരുന്നത് ഞങ്ങൾ ആത്മാവിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങയുടെ കണ്ണുകൾ ഞങ്ങളുടെ മേൽ ഉടക്കിയത് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ വീണത് ഞങ്ങൾ അറിയും. കർത്താവെ, ഞങ്ങളുടെ മേൽ ഞങ്ങൾക്ക് മാറാൻ കഴിയാതെ, പിന്മാറാൻ കഴിയാതെ ഞങ്ങളെ മുൻപിലേക്ക് നയിക്കുന്ന പരിശുദ്ധ ആത്മാവിൻ്റെ ആ നിയോഗങ്ങളെ ഞങ്ങൾ ഇന്ന് രാത്രി തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ചുവടുവയ്പ്പുകൾ പിഴയ്ക്കാതെ, ഞങ്ങളുടെ കാൽച്ചുവടുകൾ ഒന്നുപോലും പിഴയ്ക്കാതെ അവിടുത്തെ മഹത്വമേറിയ പദ്ധതികളിലേക്ക് കർത്താവെ കാലുകൾ എടുത്തു വയ്ക്കുവാൻ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുന്നതിനായി നന്ദി. ഈ ആലയത്തിൻ്റെ അടുത്ത തലത്തിലേക്ക് ഈ ആലയത്തെ ദൈവം അവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഈ പട്ടണത്തിൻ്റെ വിടുതലിനായി ദൈവം ഈ ജയോത്സവത്തെ ഉപയോഗിക്കാൻ പോകുമ്പോൾ അതിനകത്ത് ഈ മുൻപിലേക്ക് വന്ന് ഇത് ഏൽപ്പിച്ചു കൊടുത്ത ഇവരുടെ പേരുകൾ ദൈവം അവിടുന്ന് എഴുതി ചേർക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഇവരുടെ കോൺട്രിബ്യൂഷനുകളെ ദൈവം അവിടുന്ന് രേഖപ്പെടുത്തുവാൻ പോകുന്നതിനായി സ്തോത്രം. ഈ കാലഘട്ടത്തിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്തൊക്കെ കർത്താവേ, ഇവർ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തത് ആളുകൾ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന തലത്തിൽ ഇവർ അസാധാരണമായ ദൈവപ്രവൃത്തികൾക്കായി ആമേൻ കർത്താവേ, ഈ പട്ടണത്തിൽ മാത്രമല്ല ഞങ്ങളുടെ രാജ്യത്തിൽ ലോകമെമ്പാടും ഭൂഖണ്ഡങ്ങളിൽ ഇവർ പ്രയോജനപ്പെടട്ടെ. ഈ നിയോഗം ഇത് ഗ്ലോബൽ ആയിട്ട് ഇവരുടെ മേൽ അവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഒരു തിരുവനന്തപുരംകാരൻ്റെ ലിമിറ്റേഷനിൽ അല്ല ഇന്ന് രാത്രി ദൈവം ഇവരെ കാണുന്നത്, മറിച്ച് ആമേൻ യെരൂശലേമിലും യഹൂദയിലും ലോകത്തിന്റെ അറ്റത്തോളം ഭൂമിയുടെ അറ്റത്തോളം ദൈവത്തിന്റെ സാക്ഷികളാകാൻ ദൈവം ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. താങ്ക് യു സോ മച്ച് ദൈവമക്കളെ. അല്പസമയം മുൻപോട്ട് പോയെന്നറിയാം, എന്നാൽ ഇന്ന് രാത്രി ഈ മെസ്സേജ് നിങ്ങൾക്ക് കൈമാറുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ കുടുംബം ഇന്ന് രാത്രി ദൈവം എക്സ്ക്ലൂസീവായി വീണ്ടും ദൈവം സൃഷ്ടിക്കുന്ന ടീമിൽ നിങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരു വാക്കും കൂടെ പറഞ്ഞ് നിർത്തുക. 2026 അവിശ്വസ്തന്മാരുടെ കരങ്ങളിൽ നിന്ന് ദൈവം ചിലത് തിരിച്ചു പിടിച്ച് വിശ്വസ്തന്മാരുടെ കരങ്ങളിൽ കൈമാറുന്ന വർഷമാണെന്ന് ഞാൻ കേട്ട ശബ്ദം നിങ്ങളോടും കൈമാറുന്നു. ബി ഫെയ്ത്ത്ഫുൾ. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. ഇത്രയും സമയം നൽകിയ അഭിഷക്തനോടും ഈ സഭയോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you, Pastor Emmanuel KB, for coming and delivering the message. God bless you. ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. നാളെ വൈകുന്നേരം, ഇന്ന് നിങ്ങൾ ലേറ്റായിട്ടാണ് വന്നേ, ഞാനും ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നേ. നാളെ നമുക്ക് കുറച്ച് നേരത്തെ വന്നാൽ, കർത്താവിൻ്റെ ദാസൻ കാലേബാണ് നാളെ ശുശ്രൂഷിക്കുന്നത്. നാളെ വൈകുന്നേരം വലിയ റിവൈവൽ. നിങ്ങളുടെ പ്രത്യേകിച്ച് എല്ലാവരും വരുമ്പോൾ തന്നെ നിങ്ങളുടെ മക്കളെ നാളെ ട്യൂഷന് വിടണ്ട. നാളെ റിപ്പബ്ലിക് ഡേ അല്ലേ. നാളെ വൈകുന്നേരത്തെ സെഷനിൽ എല്ലാവരും വരണം. ശക്തമായ ദൈവിക ദൂതും ദൈവികമായ പ്രവർത്തനവും വലിയ മൂവ് നമ്മുടെ നടുവിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് എല്ലാവരും, യൂത്ത്, എസ്പെഷ്യലി യൂത്ത് എല്ലാവരും വരിക. അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും പാരൻസ് വരിക,
മുതിർന്നവർ വരിക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഡെലിവറൻസ് നാളെ അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ കടന്നു വരാനായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഇമ്മാനുവൽ കെബിക്ക്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, ഞങ്ങളുടെ സഭയായിട്ടുള്ള ഈ ട്രയംഫ് ജനറേഷൻ ഓഫ് ക്രൈസ്റ്റ് ഫെലോഷിപ്പിൻ്റെ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു.